മോർണിംഗ് അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അബ്സ്കോണ്ടിങ് കേസുകൾ ലേബർ ബാനാണോ ഉണ്ടാവുക, ഇമിഗ്രേഷൻ ബാനാണോ ഉണ്ടാവുക ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ബാനുകളുണ്ട്. ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഡയറക്റ്റായിട്ട് ഞാൻ പറയാം. ലേബർ ബാനാണ് ഉണ്ടാവുക അബ്സ്കോണ്ടിനകത്ത്. ഓക്കെ, ഇമിഗ്രേഷൻ ബാൻ്റെ കേസും കൂടെ അപ്പോൾ എടുത്ത് പറയാം. അപ്പോൾ രണ്ട് തരത്തിലുള്ള ബാൻ ഉണ്ടെന്ന് മനസ്സിലായി. ഈ രണ്ട് ലേബർ ബാനും ഇമിഗ്രേഷൻ ബാനും എന്താണെന്ന് നോക്കാം. ലേബർ ബാൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തേക്കാം. ലേബർ ബാൻ നമുക്ക് സാധാരണ വരുന്നത് നമ്മുടെ അബ്സ്കോണ്ടിങ് അങ്ങനെയുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാത്ത അങ്ങനെയുള്ള കേസിലാണ് വരുന്നത്. അതിനെപ്പറ്റി ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇമിഗ്രേഷൻ ബാനിനെ കുറിച്ചാണ്. ഇമിഗ്രേഷൻ ബാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ബാനാണ്. നമുക്ക് അത് വരുന്നത് UAE-യുടെ അകത്ത് UAE ഗവൺമെൻറ് ഇമിഗ്രൻസിന്, അത് ഇവിടേക്ക് വന്നിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റ്സ് ഓഫ് റൂളുണ്ട്. അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അതിൻ്റെ പേരിൽ ബാൻ വരും. അതിനകത്ത് ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആവാത്തൊരു ലീഗൽ കേസ് കൊണ്ടാവാം, അതല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റി, നമ്മൾ ആരെങ്കിലും മർഡറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് ഇമിഗ്രേഷൻ ബാൻ വരാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തായിരുന്നു, ഓവർ സ്റ്റേയിങ് കൊണ്ട് ഞാൻ എഴുതി വെച്ചേക്കാണ് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓവർ സ്റ്റേയിങ് നമ്മൾ കൂടുതൽ ദിവസം നിന്നുകൊണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ കടം, ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കേസിനകത്ത്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഈ പറയുന്ന ഇമിഗ്രേഷൻ ബാൻ വരാം. ഇമിഗ്രേഷൻ വന്നാലും നമുക്ക് UAE-ക്ക് കടക്കാൻ പറ്റില്ല. ഇമിഗ്രേഷൻ ബാൻ പലതരത്തിലുണ്ട്. മിനിമം നമുക്ക് 6 മാസം വരെ നമുക്ക് ഇമിഗ്രേഷൻ ബാൻ വരണം. UAE-ക്ക് കടക്കാൻ പറ്റില്ല. ചിലത് 6 മാസമല്ല 1 വർഷം വരെ ഉണ്ട്. അതുകൂടാതെ പെർമനൻറ്റ് ഇമിഗ്രേഷൻ ബാനും ഉണ്ട്. ഈ പെർമനൻറ്റ് ഇമിഗ്രേഷൻ ബാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് UAE-ക്ക് ഒരു കാരണവശാലും കടക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്തെങ്കിലും വലിയ ക്രൈമുകൾ ചെയ്യുമ്പോഴാണ്. അതായത് നമുക്ക് ഒരാളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിൻ്റെ തൊഴിലുടമനെ ആക്രമിക്കാനുള്ള വലിയ ക്രൈം ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന പെർമനൻറ്റ് ഇമിഗ്രേഷൻ ബാൻ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലിഫ്റ്റ് ചെയ്യാനൊന്നും എളുപ്പമല്ല. പിന്നെ നമ്മൾ ഇന്നസെൻ്റാന്ന് ഗിൽറ്റ് ഇല്ല എന്നൊക്കെ പ്രൂവ് ചെയ്തിട്ടൊക്കെ പിന്നീട് ഇവിടുത്തെ ജസ്റ്റിസ് ഫോർ ലോയിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്കത് റിവോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കാം. പക്ഷെ വളരെ ഹാർഡാണ് പെർമനൻ്റ് ആണെങ്കിൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാനുകളുണ്ടോ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അബുദാബിയുടെതും ദുബായിയുടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. ദുബായിയുടേതാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി. ദുബായ് പോലീസിൻ്റെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യണതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സർവീസിൽ പോയിട്ട് ക്രിമിനൽ സ്റ്റാറ്റസൊക്കെ ചെക്ക് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യാത്ര ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇമിഗ്രേഷൻ ബാനിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ആയിട്ട് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു. ബൈ.